എല്ലാവർക്കും നമസ്കാരം. മറുനാടൻ പ്രേക്ഷകർക്ക് സ്വാഗതം. ഷാബു പ്രസാദ് സാറാണ് കൂടുതൽ. സാർ നമസ്കാരം. നമസ്കാരം. സാർ, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ചിരുന്ന വിഷയം അഹമ്മദാബാദ് വിമാന അപകടത്തിൽ പൈലറ്റുമാരെ സംശയത്തിന് നിഴലിലാക്കുന്ന തരത്തിലുള്ള AAIBയുടെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിലായിരുന്നു. അതിൽ കൃത്യമായി ക്യാപ്റ്റൻ ആയിട്ടുള്ള സുധി സബർവാളുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു ഏറെക്കുറെ നമുക്ക് സാഹചര്യ തെളിവുകളുടെയും ശാസ്ത്രീയ നിഗമനങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ പ്രധാനപ്പെട്ട ക്യാപ്റ്റനാണ് അതിന്റെ ഇന്ധന സ്വിച്ച് ഓഫ് ആക്കിയത് എന്നുള്ളൊരു നിഗമനത്തിലേക്ക് നമ്മൾ എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാൽ നമ്മുടെ ഇന്റർവ്യൂവിന് ശേഷം അതങ്ങനെയല്ല, ഇത് കോമൺ സെൻസ് ഇല്ലേ നിങ്ങൾക്ക്, ഇത്തരം വിഷയങ്ങൾ ഇത്തരത്തിലുള്ള നിലപാടുകളല്ല സ്വീകരിക്കേണ്ടത്, മാത്രമല്ല ഇത് ബോയിങ് എന്ന് പറയുന്ന കമ്പനി നടത്തുന്ന ഒരു പൊറാട്ട് നാടകം മാത്രമാണ്, അത് അമേരിക്കൻ മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്, വാൾസ്ട്രീറ്റ് ജേണൽ അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിന് അവർക്ക് ഒരു ഹിഡൻ അജണ്ടയുണ്ടെന്നും അത് ഇന്ത്യയെ അപകീർത്തിപ്പെടുത്താനുള്ളതാണെന്നും ബോയിങ്ങിന്റെ സോഫ്റ്റ്വെയർ ഇഷ്യൂ അടക്കമുള്ള കാര്യങ്ങളൊക്കെയാണ് ഉന്നയിക്കുന്നത്. എന്തായാലും ചേട്ടനും കിട്ടിയിട്ടുണ്ടാകും പല വഴിയിൽ നിന്നും വിമർശനങ്ങൾ. സോഫ്റ്റ്വെയർ ഇഷ്യൂ, അതായത് പ്രധാനമായി ഉന്നയിക്കുന്ന ഒരുപാട് വിഷയങ്ങളുണ്ടാവും. അതിൽ ഏറ്റവും പ്രധാനമായി ഉള്ളത് സോഫ്റ്റ്വെയർ വഴി നിയന്ത്രിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. എന്തായാലും എന്താണ് ഷാബു ചേട്ടാ, നമ്മൾ സംസാരിച്ചതിൽ തെറ്റു പറ്റിയോ? സോഫ്റ്റ്വെയർ നിയന്ത്രിക്കാൻ പറ്റുന്ന ഒന്നാണോ ഇന്ധന സ്വിച്ച്? നോക്കൂ, ഈ ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനത്തെ ഈ സയന്റിഫിക് ആയിട്ടുള്ള ഇങ്ങനെ ടെക്നിക്കൽ ആയിട്ടുള്ള ഈ കാര്യങ്ങൾക്ക് ഈ നമുക്ക് അതിനെപ്പറ്റി അതിനെ സെന്റിമെന്റൽ ആയിട്ടും ഒക്കെ സമീപിക്കുമ്പോൾ ഒരു പകുതി വെന്ത വിവരങ്ങളും വെച്ചിട്ട് നമുക്ക് എന്ത് കാര്യങ്ങൾ വേണേൽ ഉണ്ടാക്കാൻ പറ്റും മനുഷ്യ. ഇപ്പം നമ്മളിവിടെ കുറെ കാലമായിട്ട് കേൾക്കുന്നില്ലേ, ഈ നമ്മുടെ വോട്ടിംഗ് മെഷീൻ ഹാക്ക് ചെയ്താണ് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നത്. വോട്ടിംഗ് മെഷീൻ എന്താ? അതൊരു മെഷീൻ അല്ലേ? അതിന്റെ അകത്തൊരു സോഫ്റ്റ്വെയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് അത് ഹാക്ക് ചെയ്ത് കൂടാ? അതിനൊരു സാധ്യത ഇല്ലേ? ഇത് ഇപ്പം നമുക്ക് അങ്ങനെയുള്ളതിന് നമുക്കൊന്നും പറയാൻ കഴിയില്ല. അതിന് ഉത്തരം പറയേണ്ടത്, അതിന് കൃത്യമായിട്ട് പറയേണ്ടത്, അതിനെപ്പറ്റി ടെക്നിക്കലായിട്ടും സയന്റിഫിക് ആയിട്ടും അതിനെ പഠിക്കാൻ ശ്രമിച്ചിട്ടാണ് പറയേണ്ടത്. അല്ലാതെ ഓഫ് ഹാൻഡ് പറയല്ല വേണ്ടത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഈ അപകടത്തെ ചൊല്ലി ഇവിടെ ഓഫ് ഹാൻഡ് ആയിട്ട് ഒരുപാട് കാര്യങ്ങളാണ് വരുന്നത്. അതിൻ്റെ അകത്ത് പറഞ്ഞാൽ അതിലേറെയും സെൻസേഷണൽ ആയിട്ടുള്ള കാര്യമാണ്. ശരിയാണ്, ഇത് വളരെ വൈകാരികമായിട്ടുള്ള ഒരു വിഷയമാണ്. 260 പേരുടെ ജീവൻ എടുത്ത ഒരു സംഭവമാണ്. അതിൻ്റെ അകത്ത് എനിക്കും നിങ്ങൾക്കും ഒക്കെയുള്ള ആ ഒരു മാനുഷികമായ താല്പര്യം അതൊരു മനുഷ്യൻ ചെയ്തതല്ല എന്ന് തന്നെ വിശ്വസിക്കാനാണ്. ഇപ്പം എന്റെ ചാനലിൽ തന്നെ ഞാൻ ഈ അപകടത്തിന്റെ പിറ്റേന്നും അതിന്റെ പിറ്റേന്നുമായിട്ട് 2 വീഡിയോകൾ ഇട്ടിരുന്നു. അതിൻ്റെ അകത്ത് ഞാൻ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്, ഇത് ക്യാപ്റ്റൻ സബർവാളിന്റെ കുഴപ്പമല്ല, പൂർണ്ണമായും എന്തോ ഒരു വലിയ ടെക്നിക്കൽ ഇഷ്യൂ സംഭവിച്ചിരിക്കുന്നു. അദ്ദേഹം ആ വിമാനത്തിനെ രക്ഷിക്കാൻ, വിമാനത്തെയും യാത്രക്കാരെയും രക്ഷിക്കാൻ ആവുന്നത്ര ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അതിന് ആവശ്യത്തിന് അദ്ദേഹത്തിന് ഓൾട്ടിറ്റ്യൂഡ് ഉണ്ടായിരുന്നില്ല, സംഭവിച്ചു. ഇങ്ങനെ തന്നെയാണ് ഞാൻ എന്റെ ആദ്യത്തെ ഈ അപകടം കഴിഞ്ഞിട്ടുള്ള 2 വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. കിടക്കുന്നുണ്ട്. കാര്യം അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം, ആർക്കും അങ്ങനെ വിശ്വസിക്കാനാണ് താല്പര്യം. പക്ഷെ നമ്മുടെ മുമ്പിൽ വിവരങ്ങൾ വരുമ്പോൾ അതിനെ നമ്മൾ റാഷണലായി, ടെക്നിക്കലായി, സത്യസന്ധമായി അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് എത്തിച്ചേരാവുന്ന നിഗമനങ്ങളുണ്ട്. അതിന്റെ ബേസ് എന്ന് പറയുന്നത് പൂർണ്ണമായും ടെക്നിക്കൽ ബേസ് ആണത്, സയന്റിഫിക് ബേസ് ആണത്. അങ്ങനെ സമീപിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയ വിവരങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതാണ് അതിന്റെ കാര്യം. അവിടെ ഇപ്പോൾ ഞാൻ അതിന്റെ അകത്ത് തന്നെ ഉറച്ചു നിൽക്കുകയാണ്, 100% ഞാൻ അതിന്റെ അകത്ത് ഉറച്ചു നിൽക്കുകയാണ്. ഇനി ഫൈനൽ റിപ്പോർട്ട് വരുമ്പോൾ, കാര്യം ഇതിപ്പോ ഇടക്കാല റിപ്പോർട്ടിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ സംസാരിക്കുന്നത്. ഈ ഇടക്കാലം ഇപ്പൊ ഇവര് ഒരുപാട് ആൾക്കാർ പറയും ഇത് വാൾസ്ട്രീറ്റ് ജേണലും ബോയിങ്ങും ഇവരൊക്കെ ചേർന്നുള്ള കളിയാണ്. ശരി, ഞാൻ എന്റെ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചപ്പോൾ എപ്പോഴെങ്കിലും ഞാൻ വാൾസ്ട്രീറ്റ് ജേണലിനെ ഉദ്ധരിച്ചിട്ടുണ്ടോ? പാശ്ചാത്യ മാധ്യമങ്ങളെ ഒന്നും ഉദ്ധരിച്ചിട്ടില്ല. നമ്മുടെ മുമ്പിൽ ഒഫീഷ്യലായിട്ട് മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷന്റെ കീഴിലുള്ള ആ ബോഡി നമുക്ക് സർക്കാർ മുദ്ര വെച്ച ആ ഒരു റിപ്പോർട്ടാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതിനെ ആണ് വിലയിരുത്തുക, അതാണ് ആധികാരികം ഈ കൂട്ടത്തിലുള്ളത്. അല്ലാതെ വാൾസ്ട്രീറ്റ് ജേണൽ പറയും അവരും ഒരു മീഡിയയാണ്,
അവർക്കും അവരുടെ റീച്ചിന് വേണ്ടിയിട്ട് ഇത് പറയും. ലോകത്തുള്ള എല്ലാ മീഡിയയുടെയും പൊതു സ്വഭാവമാണ് ഞാൻ എഴുതുന്നത് അല്ലെങ്കിൽ എന്റെ മീഡിയയിൽ വരുന്നത് പരമാവധി ആൾക്കാരിൽ എത്തണം, വായിക്കപ്പെടണം എന്നുള്ളത്. അതിനു വേണ്ടിയിട്ട് പലപ്പോഴും പൊടിപ്പും തൊങ്ങലും ഉണ്ടാകും. ചിലപ്പം സത്യങ്ങളും അർദ്ധസത്യങ്ങളും നുണകളും ഉണ്ടാകും. അത് ലോകത്തുള്ള എല്ലാ മാധ്യമങ്ങളുടെയും പൊതു സ്വഭാവമാണ്. അത് നിങ്ങളുടെ മാധ്യമത്തിൽ ഞാൻ പറയുന്നത്. പക്ഷെ നമ്മുടെ മുമ്പിലുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അതൊന്നുമല്ല ഇപ്പൊ ഞാൻ നോക്കുന്നത്. ഇതൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. വാർത്ത കണ്ടു, പക്ഷെ അതിനെ മുഖവിലേക്ക് എടുത്തിട്ടേ ഇല്ല. അവർക്ക് പല താല്പര്യങ്ങൾ ആയിക്കോട്ടുള്ളതേ. പക്ഷെ ഇത് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ലല്ലോ. സർക്കാരിന്റെ കീഴിലുള്ള ബോഡിയാണ് ചെയ്യിക്കുന്നത്. അവരെയും ബോയിങ് സ്വാധീനിച്ചു എന്നാണോ നാം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്ന് നമ്മൾ വിശ്വസിക്കണം. ഇത് അവിടെയാണ് അതിന്റെ വിഷയം ഇരിക്കുന്നത്. പിന്നെ സോഫ്റ്റ്വെയർ കംപ്ലൈന്റ് വന്നൂടെ? തീർച്ചയായിട്ടും വരാം, കംപ്ലൈന്റ് വരാം. ഇങ്ങനെ ടെക്നിക്കലുള്ള ഏത് സാധനത്തിനും കംപ്ലൈന്റ് വരാൻ സാധ്യതയുണ്ട്. എപ്പോ വേണമെങ്കിൽ വരാൻ സാധ്യതയുണ്ട്. ഇവിടെ എന്താണെന്ന് നോക്കൂ. ഇവിടെ ഒന്നാമത് ഫാഡക് എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ്. ഈ ഫാഡക് സിസ്റ്റമാണ് ഈ ഇതിന്റെ ഈ എഞ്ചിന്റെ വിമാനത്തിന്റെ ടെക്നിക്കലായിട്ടുള്ള ഒരുമാതിരി ഏറ്റവും പ്രധാനപ്പെട്ട എഞ്ചിന്റെ പൂർണ്ണമായ കൺട്രോള് ഈ ഫാഡക് സിസ്റ്റമാണ് ചെയ്യുന്നത്. അതായത് ഫുൾ അതോറിറ്റി ഓഫ് ഡിജിറ്റൽ എഞ്ചിൻ കൺട്രോൾ. ഇതാണ് എഞ്ചിന്റെ പെർഫോമൻസ്, എഞ്ചിന്റെ RPM, എഞ്ചിന്റെ ചൂട്, അതിന്റെ എക്സോസ്റ്റ്, ഇങ്ങനെയുള്ള ഒരുപാട് പാരാമീറ്റേഴ്സ് ഉണ്ട് ഒരു എഞ്ചിൻ പെർഫോമൻസിന്റെ ഭാഗമായിട്ട്. അതിലേക്ക് വരുന്ന ഇന്ധനത്തിന്റെ ഒഴുക്ക്, അതിന്റെ പ്രഷർ, അതിന്റെ ടെമ്പറേച്ചർ, ഇതെല്ലാം വരും ഇതിനകത്ത്. ഇത് നേരത്തെ പണ്ട് കാലത്തൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്, ഇത് പൈലറ്റ് നേരിട്ട് ഓരോ പാരാമീറ്ററും ചെക്ക് ചെയ്യണം. ഈ പഴയ അനലോഗ് മീറ്ററുകളില്ലേ, സൂര്യ ഇങ്ങനെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്നേ, ആ അനലോഗ് മീറ്ററുകളിൽ പൈലറ്റിന്റെ മുമ്പിൽ വരും. പൈലറ്റിന്റെ കണ്ണ് ഇതിലെല്ലാത്തും എവിടെയും എത്തണം. എവിടെയെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് അലർട്ട് ചെയ്യണം. ഇങ്ങനെയൊക്കെ ചെയ്യണം. ഇത് ഏതാണ്ട് 70s അതായത് കോൺകോഡ് വിമാനങ്ങൾ കേട്ടിട്ടില്ല? കോൺകോഡ് സൂപ്പർസോണിക് വിമാനം, ഒരേ ഒരു യാത്രാ വിമാനമേ ഉണ്ടായിട്ടുള്ളൂ. ആ കോൺകോഡിന്റെ കാലത്ത്, ഇൻട്രൊഡ്യൂസ് ചെയ്ത കാലത്ത് കൊണ്ടുവന്ന സിസ്റ്റമാണ് ഫാഡക് എന്ന് പറയുന്നത്. അന്ന് ഇവിടെ ഉണ്ട് ഇത്. അതായത് 10-50 വർഷത്തിനടുത്തായി. അല്ലാതെ ഈ ഡ്രീം ലൈനറുകളിൽ മാത്രം വന്ന സാധനം അല്ല. ഇത് മാൻഡേറ്ററി ആണ്, ഫാഡക് വേണമെന്നുള്ളത്. ഇനി ഇത് ഇലക്ട്രോണിക്സ് ആണ്, സോഫ്റ്റ്വെയർ ആണ്. കറക്റ്റ്, ആ പറയുന്നത് ശരിയാണ്. ആ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെയാണ് ഒരു ഫാഡക് സിസ്റ്റത്തിൽ 2 ചാനലുകളുണ്ട്. ഒന്ന് ഫെയിലായാൽ അടുത്തത് ഏറ്റെടുക്കും. ഇങ്ങനെ 2 ചാനലും ഒരുമിച്ച് പരാജയപ്പെടുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നിയർ ഇമ്പോസിബിൾ. ഇതൊന്ന്. ഇനി ഓരോ എഞ്ചിനും ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഫാഡക് സിസ്റ്റമാണുള്ളത്. ഇൻഡിപെൻഡന്റ് ആണ്. അപ്പൊ 2 എഞ്ചിനിലായി 4 ഫാഡക് ചാനലുകളുണ്ട്. ഈ 4 ഫാഡക് ചാനലുകളും ഒരുമിച്ച് പരാജയപ്പെട്ടു എന്നാണോ അത് മനസ്സിലാക്കേണ്ടത്? എന്നാണോ? അത് അസാധ്യമാണ് മനുജ. അത് പ്രയാസമാണ്. അത് വളരെ 1 ട്രില്യൺത്തൊക്കെ ഒരു ചാൻസ് ഒക്കെ ഉണ്ടാകാം, അല്ലെ 1 മില്യൺ ഒരു ചാൻസ് ഒക്കെ ഉണ്ടാകാം. ആ ചാൻസ് പോലും നമ്മൾ തള്ളിക്കളയണ്ട. അത്രമാത്രം. പിന്നെ ഇതിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ലാപ്ടോപ്പിലും മൊബൈൽ ഫോണിലും ഒക്കെയുള്ള സാധനം അല്ല. അതായത് ഈ പറഞ്ഞ പോലെ ഏവിയേഷൻ ഗ്രേഡ് ഇലക്ട്രോണിക്സ്, സ്പേസ് ഗ്രേഡ് ഇലക്ട്രോണിക്സ്, ഇതൊക്കെ വേറൊരു സെഗ്മെന്റ് ആണ്. അർത്ഥമില്ല. അതായത് എക്സ്ട്രീം ടെമ്പറേച്ചർ, എക്സ്ട്രീം സിറ്റുവേഷൻസ്, ഇതെല്ലാം അതിജീവിക്കാൻ പാകത്തിനുള്ളവയാണത്. അങ്ങനെ ടെസ്റ്റ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. ഈവൻ ഈ റോക്കറ്റിൽ ഉപയോഗിക്കുന്ന നട്ടും ബോൾട്ടും വരെ സ്പേസ് ഗ്രേഡാണ്. ആ ഒരു നട്ടിനും ബോൾട്ടിനും വിലയൊക്കെ 1000 രൂപയൊക്കെ വില വരും. അത്രമാത്രം സോഫിസ്റ്റിക്കേറ്റഡ് ആണത്. അതുകൊണ്ട് പൊതുവെ അത് പരാജയപ്പെടാനുള്ള സാധ്യത സാധാരണഗതിയിൽ കുറവാണ്. ഇനി ഇൻ കേസ് പരാജയപ്പെട്ടാൽ അതിന് അവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ഇങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടാണ് ഈ നമ്മുടെ ഏവിയേഷൻ എന്ന് പറയുന്നത് ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു ട്രാവൽ മീൻസ് ആയി മാറിയത്. അങ്ങനെയാണ് ഇതില്ലേ. ഇപ്പൊ ഈ ഫാഡക് സിസ്റ്റം പരാജയപ്പെടുകയാണെങ്കിൽ 4 കൂടെ ഒരുമിച്ച് പരാജയപ്പെടും.
ഇനി ഈ പറഞ്ഞ പോലെ ഈ 1 ട്രില്യൺത്ത് ഓഫ് എ ചാൻസിൽ അത് സമ്മതിച്ചു. ശരി, അതും നമുക്ക് അങ്ങോട്ട് സമ്മതിക്കാം. ഈ സ്വിച്ച് എങ്ങനെ മാനുവലായി മാത്രം ഓപ്പറേറ്റ് ചെയ്യാവുന്ന സ്വിച്ച് എങ്ങനെ ഓഫായി? സ്വിച്ച് ഓഫ് ആയിരിക്കുന്നു. അത് മാനുവലായിട്ട് മാത്രമേ ആ സ്വിച്ച് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയൂ. മാത്രം. നിങ്ങൾ ഏത് പൈലറ്റിനോടും ചോദിച്ചു, ആ സ്വിച്ച് മാനുവലായിട്ട് മാത്രമേ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സേഫ്റ്റി ലോക്ക് വരെ ഉണ്ട് ആ സിസ്റ്റം, ആ സ്വിച്ചിൽ. കൈ എത്താവുന്ന ദൂരത്ത് വളരെ ഈസി ആക്സസബിൾ ആയിട്ടാണ് അത് വെച്ചിരിക്കുന്നത്. ഇത് മാനുവലായിട്ടാണ് ഓഫ് ആയത് എന്ന് ഈ റിപ്പോർട്ടിൽ നിന്നുള്ള കാര്യം ഉറപ്പാണേ നമുക്ക്. വേറൊരു വാദം എന്താന്ന് വെച്ചാൽ, ചില ആളുകൾ പറഞ്ഞത് ഇന്റർനെറ്റ് സ്വിച്ചിന്റെ ഓഫ് ചെയ്തതിന്റെ ദൈർഘ്യം മാനുവലായി ചെയ്ത് അല്ലാതെ നോക്കിയപ്പോൾ ആദ്യം ഓഫ് ആയ സമയത്തേക്കാൾ കൂടുതൽ എടുത്തു. അതായത് സോഫ്റ്റ്വെയർ വെച്ച് ഇന്റർനെറ്റ് സ്വിച്ച് ഓഫ് ആക്കി എന്ന തരത്തിലാണ് കോൺസ്പിറസി തിയറി അടിച്ചുവിടുന്നത്. അങ്ങനെ ഒരു സാധ്യത. അത് പറ്റില്ല. കാര്യം അത് മാനുവൽ കൺട്രോൾ ആണ്. ഇപ്പൊ ഇത്രയും വലിയ സോഫ്റ്റ്വെയർ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലേ ഇതേപോലെ മാനുവലായിട്ട് സ്വിച്ച് ഓൺ ആക്കുക, ഓഫ് ആക്കുക, എല്ലാ കാര്യങ്ങളും ഇതേപോലെ സോഫ്റ്റ്വെയർ ആയിട്ട് ചെയ്യാം എങ്കിൽ എന്തിനാണ് ഇപ്പൊ ഈ ഫ്ലൈറ്റിന്റെ അകത്ത് പൈലറ്റ് ഈ അതിഭീകരൻ ശമ്പളവും കൊടുത്ത് അതിനപ്പുറത്തെ ട്രെയിനിങ്ങുകളും ഒക്കെ കൊടുത്ത് എന്തിനാണ് ഈ രണ്ടുപേരെ അതിൻ്റെ അകത്ത് വെച്ചിരിക്കുന്നത്? അൾട്ടിമേറ്റ് കൺട്രോൾ അവരുടെ കയ്യിൽ തന്നെയാണ്. ബാക്കിയുള്ള സോഫ്റ്റ്വെയർ ആയാലും ബാക്കിയുള്ള എനിക്ക് തോന്നുന്നത് ശംസുദ, ഇത് പ്രധാനമായിട്ടും ഈ ക്യാപ്റ്റൻ സുധീർ സർവാൾ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്ന കുറച്ച് ന്യായീകരണങ്ങളുണ്ടല്ലോ. അതായത് അമ്മ മരിച്ചതിലെ ദുഃഖം, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷാദം ഒക്കെയാണ് എന്നുള്ളത്. പക്ഷെ അദ്ദേഹത്തിനെ കുറിച്ച് അങ്ങനെയുള്ള റിപ്പോർട്ട്സുകൾ, കാര്യം ക്യാപ്റ്റൻ ഒരു സീനിയർ ആണ്, അദ്ദേഹത്തിന്റെ അമ്മ എന്തായാലും സ്വാഭാവികമായും ഒരു 70 വയസ്സ് 80 വയസ്സുള്ള ഒരാളായിരിക്കും. അങ്ങനെ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അത്രയധികം ഒരു വിഷാദത്തിലേക്കൊക്കെ പോകുമോ എന്നുള്ള ഇതൊക്കെ നോക്കൂ. ഇതൊക്കെ നമ്മുടെ തലച്ചോറിൽ സാധാരണക്കാർക്ക് തോന്നുന്ന കുറച്ച് സംശയങ്ങൾ, ഇതൊക്കെയാണ് ആളുകളുടെ സംശയമായി നിൽക്കുന്നത്. അല്ല, അതിന്റെ കാരണം എന്താണെന്നുള്ളതൊന്നും വിലയിരുത്താൻ നമുക്ക് പറ്റില്ല. അതൊന്നും പറ്റില്ല. കാര്യം അമ്മ പ്രായമായ അമ്മ മരിച്ചു, 95 വയസ്സുള്ള അച്ഛനെ നോക്കണം, ആ സമയത്തുള്ള വിഷാദ രോഗം, അതൊന്നും ആണോന്നില്ല. അതൊക്കെ കണ്ടുപിടിക്കട്ടെ, അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ. ഞാൻ എന്റെ ഇവിടെ അതിനെപ്പറ്റി എനിക്ക് അറിയില്ല, നമുക്ക് അതിനെപ്പറ്റി വിലയിരുത്തേണ്ട കാര്യവുമില്ല. ഇവിടെ നമ്മുടെ മുമ്പിലുള്ള വിഷയം എന്താണ്? ഇത് മാനുവലായി സംഭവിച്ചതാണോ അല്ലേ? ബാക്കിയുള്ള കാരണങ്ങളൊക്കെ ഭിന്നത്തെ. ഇത് നമ്മുടെ മുമ്പിലുള്ള വിവരങ്ങള്, ഡേറ്റ, സാഹചര്യം ഒക്കെ വിലയിരുത്തുമ്പോൾ ഇവിടെ മാനുവൽ ഇന്റർവെൻഷൻ വന്നിട്ടുണ്ട് എന്നേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമില്ല. പക്ഷെ കോക്പിറ്റ് വോയിസ് റെക്കോർഡിൽ ആരാണ് ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ ഞാനല്ല എന്നുള്ള തിരിച്ചൊരു മറുപടി കൂടി ഉണ്ടല്ലോ. അങ്ങനെ ഒരു ഉണ്ട്, ഞാനല്ല. അതിപ്പോ ഒന്ന് ആലോചിച്ച് നോക്കൂ മനുഷ്യ. ഇനിയിപ്പോ ഞാൻ അതിലേക്ക് വരാം. ആദ്യം എന്താണ് വരുന്നത്? അതായത് ഇത് മാനുവലായിട്ട് ഇത് ചെയ്തു. ഇനി ആരാണ് ഇത് ചെയ്തത് എന്നുള്ള ഇതില് ഈ ഒരു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുമ്പോഴും ലാൻഡ് ചെയ്യുമ്പോഴും എല്ലാം അതിന്റെ ഓപ്പറേഷൻസ് ഹാൻഡിൽ ചെയ്യുന്നത് പൂർണ്ണമായും ഫസ്റ്റ് ഓഫീസർ അഥവാ കോ പൈലറ്റ് ആണ്. ക്യാപ്റ്റൻ അതിനെയെല്ലാം മേൽനോട്ടം വഹിച്ചുകൊണ്ട് ഇരിക്കുകയുള്ളൂ. അദ്ദേഹം അത് ചെയ്തു. എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ കയ്യിൽ നിൽക്കുന്നില്ല, അപ്പോൾ പെട്ടെന്ന് കൺട്രോൾ ഏറ്റെടുക്കും. അതാണല്ലോ എപ്പോഴും ഒരു ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. അങ്ങനെയല്ല ചെയ്യുക. അതാണ് അതിന്റെ വേൾഡ് വൈഡ് ഗ്ലോബൽ പ്രോട്ടോകോൾ. അതേപോലെ ക്യാപ്റ്റൻ ഇരിക്കുന്നത് ഇടതുവശത്തെ സീറ്റിലും ഫസ്റ്റ് ഓഫീസർ ഇരിക്കുന്നത് വലതുവശത്തെ സീറ്റിലുമാണ്. ഒരു ഫ്ലൈറ്റിന്റെ ടേക്ക് ഓഫിന്റെ സമയത്ത് എന്തെല്ലാം പാരാമീറ്റേഴ്സ് കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. അതിന്റെ സ്പീഡ്, ത്രസ്റ്റ്, മൂവ്മെന്റ്, ടെമ്പറേച്ചർ, RPM, ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം ഡയറികളിൽ ഇത് കാര്യം അയാൾ ടോട്ടലി എൻഗേജ്ഡ് ആണ്. പൂർണ്ണം ഇത് സോഫ്റ്റ്വെയർ അല്ല, മനുഷ്യൻ ആ ത്രോട്ടിലൊക്കെ മനുഷ്യൻ നേരിട്ടാണ് വലിക്കുന്നതും ചെയ്യുന്നതൊക്കെ. ആ കറക്റ്റ് ആ സ്പീഡ് എത്തി ത്രസ്റ്റ് ജനറേറ്റ് ചെയ്തു. അപ്പോൾ ആ ത്രോട്ടിൽ വലിച്ച് അതിന്റെ ത്രോട്ടിലിട്ട് അതിന്റെ ഫ്ലാപ്പ് ഓപ്പറേറ്റ് ചെയ്യുന്നു. ആ ഫ്ലാപ്പ് ഓപ്പറേറ്റ് ചെയ്ത് ഇത് മുകളിലേക്ക് ഉയരുന്നു. ഇതിനിടയ്ക്ക് ATC ആയിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നു.
ഇതെല്ലാം മനുഷ്യനാണ് ചെയ്യുന്നത്, സോഫ്റ്റ്വെയർ അല്ല. മനുഷ്യന്റെ സോഫ്റ്റ്വെയർ ആണ് ചെയ്യുന്നത്, ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഈ സോഫ്റ്റ്വെയർ ഈ ഹാർഡ്വെയറും വെച്ചിട്ടാണ് അത് മുഴുവൻ ചെയ്യുന്നത്. ആ സമയത്ത് ഈ ഇത് ചെയ്യുന്ന വ്യക്തി പൂർണ്ണമായും എൻഗേജ്ഡ് ആണ്. കാര്യം മുമ്പിലേക്ക് അവർ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. കറക്റ്റ് ഇതിന്റെ റൺവേയുടെ നടുവിൽ കൂടെയുള്ള വരയൊക്കെ ഉണ്ടല്ലോ, ആ വര കൃത്യമായിട്ടല്ലേ അത് എല്ലാം അദ്ദേഹത്തിന്റെ ഇതിലായിരിക്കും. ഈ സമയത്ത് ക്യാപ്റ്റൻ ഇടതുവശത്ത് ഇതെല്ലാം ക്ലീനായിട്ട് ശ്രദ്ധിച്ചുകൊണ്ട്, ഫോക്കസ്ഡ് ആയിട്ട് ശ്രദ്ധിച്ചുകൊണ്ട് ഇരിക്കുകയായിരിക്കും. ആ സമയത്ത് കയ്യെ ഫ്രീ ഹാൻഡ് ആയിട്ടുള്ളത് ക്യാപ്റ്റനാണ്. മറ്റേ മുമ്പിലുള്ള ത്രോട്ടിലും ഇത് ഇവിടെയൊക്കെ ആയിരിക്കും, ലിവറുകളിലും ഒക്കെ ആയിരിക്കും ഈ ഇദ്ദേഹത്തിന്റെ കയ്യിലുള്ളത്. പിന്നെ ഇടതുവശത്തെ സ്വിച്ചാണ് ആദ്യം ഓഫായിരിക്കുന്നത്. എഞ്ചിൻ 1 ലെഫ്റ്റ് എഞ്ചിനാണ് ആദ്യം ഓഫായിരിക്കുന്നത്. ആ ലെഫ്റ്റ് എഞ്ചിനിലേക്ക്, ആ സ്വിച്ചിലേക്ക് ആരുടെ വലത് കൈയാണ് ആദ്യം എത്തുക? അത് ക്യാപ്റ്റന്റെ കൈ തന്നെയാണ് എത്തുക. പിന്നൊന്ന് 1 സെക്കൻഡിനുള്ളിൽ എങ്ങനെയാണ് ഈ 2 സ്വിച്ച് ഓഫ് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. ചോദ്യം ഇതൊക്കെ എനിക്കും മനുഷ്യക്കും കഴിഞ്ഞെന്ന് വരില്ല. എന്നാൽ 10-15,000 മണിക്കൂർ ഫ്ലൈയിങ് എക്സ്പീരിയൻസ് ഉള്ള, കാലങ്ങളായി ഇതിന്റെ അകത്ത് മുങ്ങിക്കുളിച്ച് നടക്കുന്ന ഒരു ക്യാപ്റ്റന് കണ്ണുമടച്ചുകൊണ്ട് എത്താൻ പറ്റും അവിടെ. കാര്യം അത്രമാത്രം ഹാൻഡ് ഗെയിമാണ് ഇരിക്കുന്നത്. ഇതിരിക്കുന്നത് മീറ്ററുകൾ അകലെയൊന്നുമല്ല, സെന്റിമീറ്ററുകൾ അകലെയാണ് ഇരിക്കുന്നത്. നിങ്ങൾ അതിന്റെ ചിത്രം നോക്കിയാൽ കാണാൻ പറ്റും. അതിവേഗം ചെയ്യാൻ പറ്റും ഒരാൾക്ക് ഡെലിവറേറ്റ് ആയിട്ട് ചെയ്യുമ്പോൾ. അത് അസാധ്യമായ കാര്യമൊന്നുമല്ല. എനിക്ക് പറ്റില്ല, നിങ്ങൾക്ക് പറ്റില്ല, മനുഷ്യ ഭാഗങ്ങളുണ്ട്. പക്ഷെ ഇതിന്റെ അകത്ത് എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് പറ്റും. തീർച്ചയായിട്ടും. പക്ഷേ ഇതിന്റെ ഫിറ്റ്നസുമായി ബന്ധപ്പെട്ടിട്ട് ആശങ്കകളുണ്ട്. അതും അവസാനിക്കുന്നില്ല. ടൈലൻഡിൽ ഇലക്ട്രിസിറ്റി പവർ ഔട്ട് ഇഷ്യൂസ്, ഫയർ ഉണ്ടായിരുന്നു. ഫിറ്റ്നസ് നോക്കാതെയാണ്, അല്ലെങ്കിൽ ആളുകളുടെ ആശങ്ക പരിഹരിക്കാതെയാണ് ടേക്ക് ഓഫ് ചെയ്തത് തുടങ്ങിയിട്ടുള്ള ആശങ്കകളും ഒക്കെ പറഞ്ഞിരുന്നു. ബോയിങ്ങിനെ കുറ്റപ്പെടുത്തുകയാണ് അവർ. നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ മുമ്പിലുള്ള ഈ ഇടക്കാല റിപ്പോർട്ട് വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. അത് വെച്ച് മാത്രം ഞാൻ പറഞ്ഞില്ല, മാധ്യമങ്ങളിൽ വരുന്ന ഒരു സ്പെക്കുലേഷനെയും ഞാൻ ഇവിടെ കോട്ട് ചെയ്യുന്നില്ല. ഞാൻ അത് ശ്രദ്ധിക്കുന്ന പോലുമില്ല. അത് വായിക്കുന്നുണ്ട്. മാധ്യമം ഇങ്ങനെ പറഞ്ഞ അത് ഹിന്ദുസ്ഥാൻ ടൈംസ് ആയാലും ശരി, വാൾസ്ട്രീറ്റ് ജേർണൽ ആയാലും ശരി, വാഷിംഗ്ടൺ പോസ്റ്റ് ആയാലും ശരി, ഇന്ത്യ ടുഡേ ആയാലും ശരി, അവരൊക്കെ അവരുടേതായ രീതിയിൽ ഓരോ കാര്യങ്ങളും ഉണ്ടാക്കും. ആയിക്കോട്ടെ, അവർ റിപ്പോർട്ട് ചെയ്തോട്ടെ, അത് അവരുടെ ജോലി. നമ്മുടെ മുമ്പിൽ ഡോക്യുമെന്റഡ് ആയിട്ട്, വെൽ ഡോക്യുമെന്റഡ് ആയിട്ടുള്ള ഒരു സാധനം ഉണ്ടല്ലോ, നമ്മൾ അത് മാത്രമാണ് നോക്കുന്നത്. ഇനി ഡീറ്റെയിൽ റിപ്പോർട്ട് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ വരട്ടെ. അത് വെച്ചിട്ട് നമ്മൾ എത്തിച്ചേരുന്ന ഒരു നിഗമനം മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറയുന്നില്ല, ഞാൻ അവകാശപ്പെടുന്നില്ല ഇത് പൂർണ്ണ ഞാൻ ഈ ധരിച്ചിരിക്കുന്നത് പൂർണ്ണമായും ശരിയാണ് എന്ന്. ഇതിപ്പോഴുള്ള എന്റെ കൺവിക്ഷനാണ്. അപകടത്തിന്റെ പിറ്റേ ദിവസം എന്റെ കൺവിക്ഷൻ ഇതായിരുന്നില്ല. മനസ്സിലായി. ക്യാപ്റ്റൻ അത് ചെയ്യില്ല. പക്ഷെ വിദേശകാര്യ മന്ത്രാലയം അടക്കം നിങ്ങളിപ്പോൾ ക്യാപ്റ്റനെ എന്താ പറയാ പ്രതിസന്ധിയിലാക്കുന്ന, അല്ലെങ്കിൽ സംശയത്തെ നിഴലിലാക്കുന്നത് ഒരു ഏർലി അസംഷൻ ആണ് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ റിപ്പോർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും. സ്വാഭാവികമായി നമുക്കത് അറിയുകയും ചെയ്യും. റിപ്പോർട്ട് വരുമോ എന്നുള്ളതാണ് ഇനി അടുത്ത ചോദ്യം. ഇത്രയും കോൺട്രവേഴ്സി ആയ സ്ഥിതിക്ക് ഞാനത് വിശ്വസിക്കുന്നില്ല. റിപ്പോർട്ട് എന്തായാലും ഉടനെ ഒന്നും വരില്ല. കാര്യം ഈ ഇഷ്യൂ ഇപ്പൊ ഇങ്ങനെ തിളച്ചു മറിഞ്ഞു നിൽക്കുകയാണ്. അത്രമാത്രം സെൻസിറ്റീവ് ആയിട്ട് നിൽക്കുകയാണ്. ഇപ്പൊ ആ റിപ്പോർട്ട് റെഡി ആയിട്ടുണ്ടെങ്കിൽ തന്നെ ആ റിപ്പോർട്ട് പുറത്തു വിട്ടാൽ നമ്മൾ ഈ പറഞ്ഞതുപോലെയാണ് കാര്യങ്ങൾ എന്നുണ്ടെങ്കിൽ അതൊരു പക്ഷെ ഇൻഡസ്ട്രിയെ തന്നെ ബാധിക്കാവുന്ന രീതിയിലുള്ള വിഷയമായി മാറാൻ സാധ്യതയുണ്ട്. ഗവൺമെന്റിനെ സംബന്ധിച്ചോളം അതെല്ലാം ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. അവർക്ക് മുന്നും പിന്നും എല്ലാം നോക്കിയേ പറ്റും. ഇതൊക്കെ വളരെ ഫാർ റീച്ചിങ് കോൺസിക്വൻസസ് ഉള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. അതുകൊണ്ട് തന്നെ ഇതിന് അതിൻ്റെതായ ഒരു സമയം എടുത്തേ അത് പുറത്തു വരികയുള്ളൂ. അത്രേ വരികയുള്ളൂ. ഇപ്പം മിനിസ്ട്രിക്കും അവർക്കും പറയുന്നത് എന്താ, ഇതിപ്പോ ഒരു ഇടക്കാല റിപ്പോർട്ടാണ്, അതിന്റെ ബേസിൽ നമ്മൾ അങ്ങനെ പറയരുത്, അങ്ങനെ ചെയ്യരുത്. ഒരു ഗവൺമെന്റിന് അതേ പറയാൻ പറ്റുള്ളൂ. ആ റെസ്പോൺസിബിൾ പൊസിഷനിൽ ഇരിക്കുന്ന ഗവൺമെന്റിനും ഗവൺമെന്റ് ഒഫീഷ്യൽസിനും അതേ പറയാൻ പറ്റുള്ളൂ. പിന്നെ പൈലറ്റ് അസോസിയേഷൻ അവരിത് നിഷേധിച്ചിരിക്കുന്നു. സ്വാഭാവികമാണത്. ഒരിക്കലും അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാര്യം കൂട്ടത്തിൽ ഒരാൾ
ആള് ഇങ്ങനെ ഈ രീതിയിൽ ആരോപണങ്ങൾ അല്ലെങ്കിൽ ഈ രീതിയിലുള്ള നിഗമനങ്ങൾ വരുമ്പോൾ അവർ എതിർക്കും. കാര്യം നാളെ എനിക്കിത് സംഭവിച്ചുകൂടെ. ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മള് ധാരാളം ഈ മെഡിക്കൽ നെഗ്ലിജൻസ് കൊണ്ട് പല അപകടങ്ങളും നമ്മുടെ നാട്ടിൽ സംഭവിക്കാറുണ്ട്, ഇല്ലേ? പ്രസവത്തിൽ കുഞ്ഞു മരിച്ചു പോവുക, അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ രോഗി മരിച്ചു പോവുക, കത്രിക അകത്ത് വെച്ച് കൂട്ടി സ്റ്റിച്ച് ചെയ്യുക, സംഭവിക്കാറുണ്ട്. നമ്മൾ എത്രയോ കാണാറുണ്ട്. ഏതെങ്കിലും IMA അല്ലെങ്കിൽ ഡോക്ടർമാരുടെ ഏതെങ്കിലും സംഘടന അത് ശരിയാണ്, അത് ഏറ്റെടുത്തിട്ടുണ്ടോ? ഇല്ലില്ല, ഒരിക്കലും തെറ്റാണെന്ന് പറയുമോ? ഇല്ല. കാര്യം ആ ഫ്രറ്റേണിറ്റിയിലുള്ള അവരുടെ ആ ഒരു എന്താണ് കൂട്ടായ്മയുടെ വികാരമാണ്. അത് ചെയ്യില്ല. അത് തന്നെയല്ലേ ഇപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ ആ രീതിയിൽ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഞാൻ കുറ്റം പറയുകയല്ല. അതായത് ഇപ്പം ഈ ഫ്രറ്റേണിറ്റിയിലുള്ള ഇവര് എന്താണ് പൈലറ്റുമാര്, എഞ്ചിനീയേഴ്സ്, അങ്ങനെയുള്ളവര് അവര് പബ്ലിക്കായിട്ട് കമന്റ് ചെയ്യില്ല, അതിനെപ്പറ്റി ആ രീതി ചെയ്യില്ല. ഇപ്പൊ എനിക്ക് ഒരുപക്ഷെ കെയർ നോക്കിക്കഴിഞ്ഞാൽ എന്റെ ഈ വീഡിയോയുടെ താഴെ ഒരുപാട് ഈ സെഗ്മെന്റിലുള്ളവര്, ഇപ്പൊ ഇത്തിഹാദിലൊക്കെ വർക്ക് ചെയ്യുന്ന 10-15-20 വർഷമായിട്ട് അവിടെ ഫ്ലൈറ്റ് എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്നവർ പറഞ്ഞു യു ആർ അബ്സല്യൂട്ട്ലി ട്രൂ. പലരും തന്നെ ഫോൺ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഇതാണത്. ഇത് പറയാൻ പറ്റില്ല. അവരെ ഇത് ഓർഗനൈസേഷൻ ആയതുകൊണ്ട് അവര് നിശബ്ദരാണ്. അതെ. പിന്നെ മറ്റൊന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഈ ബോയിങ്ങിന്റെ കാര്യം, ശരിയാണ്, ബോയിങ് വലിയ കമ്പനിയാണ്, കോർപ്പറേറ്റ് ആണ്, അവര് ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനികളിലൊന്നാണ്. അവർക്ക് അതിൻ്റെ അകത്ത് വന്ന ചില കാര്യങ്ങളാണ്. ബോയിങ്ങിലെ ഏതോ ആൾക്കാർ പറഞ്ഞു ഇത് ഇന്ത്യക്ക് വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കുന്ന വിമാനമാണ്. അങ്ങനെയൊന്നും അതുപോലെ ഒരു കമ്പനിക്ക് ചെയ്യാൻ കഴിയില്ല. അത് പറഞ്ഞില്ല, നമ്മുടെ പ്രധാനമന്ത്രി വരെ ഉപയോഗിക്കുന്ന വിമാനമാണ് ബോയിങ്ങിന്റെ. അതേപോലെ ഒരു കാര്യമുണ്ട്, രസകരമായ കാര്യങ്ങളുണ്ട്, ചില ഡേറ്റയാണ്. ഈ എയർ ഫ്രാൻസ്, ഈ ഫ്രാൻസ് എന്ന് പറഞ്ഞാൽ ബോയിങ്ങിന്റെ ഏറ്റവും വലിയ കോമ്പറ്റീറ്ററുടെ നാടാണ് എയർബസ്. ഇവര് തമ്മിലാണ് ഈ അടി മുഴുവൻ ഈ മാർക്കറ്റിന് വേണ്ടിയിട്ട്. ആ എയർ ഫ്രാൻസ് അവരുടെ ഫ്ലീറ്റില് 77 ബോയിങ് വിമാനങ്ങളുണ്ട്. അതിന്റെ അകത്ത് തന്നെ 10 വിമാനങ്ങള് ഈ ഡ്രീം ലൈനർ വിമാനങ്ങളാണ്. ഈ അപകടത്തിൽപ്പെട്ട ഡ്രീം ലൈനർ ലോകത്താകമാനം ഏതാണ്ട് 1500 ഡ്രീം ലൈനറുകളുണ്ട്. ഇത്തിഹാദ് എയർലൈൻസ്, അതുപോലെ എമിറേറ്റ്സിന് അവർക്കൊക്കെ 50-60 ഡ്രീം ലൈനറുകളുണ്ട്. എയർ ഇന്ത്യക്ക് 30 ഡ്രീം ലൈനറുകളുണ്ട്. ഇങ്ങനെ ലോകം മുഴുവനുമുള്ള എല്ലാ എയർലൈനുകളിലും ഉള്ള വിമാനങ്ങളാണിത്. അതായത് അപ്പം ഇത് അതുപോലെ അമേരിക്കയിലെ എയർലൈനുകൾ എയർബസ് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ എയർഫോഴ്സിലേക്ക് ഇവരുടെ അമേരിക്കയിൽ നിന്ന് വാങ്ങിയ 3 അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ വന്നു. ഈ അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ ബോയിങ് ഉണ്ടാക്കുന്നതാണ്. അതേപോലെ ചിനൂക്ക് ഹെലികോപ്റ്ററുകൾ, ഈ 2 റോട്ടറുകളുള്ള വലിയ ഭീമാകാരനുള്ള സാധനങ്ങൾ നമ്മുടെ വ്യോമസേനയ്ക്കുണ്ടത്. ബോയിങ്ങിന്റെ ഒരു സാധനം, ബോയിങ്ങിന്റെ സാധനമാണത്. ആകത്തുകയിൽ കമ്പനി ഇനിയും സംശയിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് ഷാവു ചേട്ടൻ പറഞ്ഞു വെക്കുന്നത്. എന്റെ ഒരു വിലയിരുത്തൽ അങ്ങനെ തന്നെയാണ്. എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്, നമ്മളിതൊന്നും ബോയിങ് കമ്പനിയുടെ അടുത്തുനിന്ന് പണം വാങ്ങിച്ചിട്ട് അവരെ പ്രൊമോട്ട് ചെയ്യുന്ന പോലെയാണ് പല ആളുകളും പറയുന്നത്. നമ്മൾ വസ്തുതകളുടെ അങ്ങനെയാണ് പറഞ്ഞത്, കാശ് കിട്ടിയിട്ടല്ലേ. ഇതിന്റെ അകത്ത് വേറൊരു ഫാക്ടറും കൂടെ നമ്മൾ അതിനെ കാണാതിരുന്നുകൂടാ. എന്താ പറഞ്ഞാൽ വേറൊരു സെന്റിമെന്റ്സും കൂടെ ഇതിന്റെ അകത്തുണ്ട്. ഇപ്പൊ ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ അമേരിക്ക കാണിച്ച ഒരു തരം വൃത്തികെട്ട പണിയുണ്ടല്ലോ. അമേരിക്ക ശരിക്കും നമ്മളെ പുറകിൽ നിന്ന് കുത്തിയിട്ടുണ്ട്. അങ്ങനെ ഈ അമേരിക്കയ്ക്കും ട്രംപിനുമെതിരെയുള്ള ഒരു വികാരം ഇവിടെ ഉണ്ട്. ഞാൻ അടക്കം എനിക്കുണ്ട്. അവന്മാര് കാണിച്ചത് തമ്മാടിത്തരമാണെന്നുള്ള കാര്യം. തീർച്ചയായിട്ടും ആ ഒരു വികാരം കൂടെ ഇവിടെ വർക്കാവുന്നുണ്ട്. നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് അവൻ ചെയ്യുന്ന എല്ലാം ചതിയന്മാരാണ്. അവന്മാരെല്ലാം ചെയ്യുന്ന പറ്റിക്കുന്നവരാണ്. അവനും ശരിയല്ല, അവന്റെ നാട്ടിലെ കമ്പനി ശരിയല്ല, ഒരുത്തനും ശരിയല്ല. ഇങ്ങനെ ഒരു വൈകാരികമായ വശം കൂടി ഇതിനുണ്ട്. അതെ അതെ അതെ, ഇതെല്ലാം കൂടെ ചേർന്നപ്പോഴാണ്. അല്ല, നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഒരു കോമൺ സെൻസ് എന്ന് എനിക്ക് തോന്നുന്നത്,
ട്രില്യൺസ് ഓഫ് ഡോളേഴ്സിന്റെ ഇടപാടാണ് ഓരോ വിമാനങ്ങളും അതുമായി ബന്ധപ്പെട്ട ബിസിനസ്സുകളും. ഇവരിപ്പോ ഇന്ത്യയെ പോലെയുള്ള വലിയൊരു മാർക്കറ്റിനെ പിടിക്കാനായിട്ട് സോഫ്റ്റ്വെയറിൽ എറർ ഉണ്ടാക്കി വിമാനം തകർത്താൽ പിന്നെ ബോയിങ്ങിന് എന്താണ് മാർക്കറ്റ് ഉള്ളത്? ഒരു അതല്ല, ചെറിയ എറർ ഉണ്ടെങ്കിൽ. അതായത് ഈ എയർ ഇന്ത്യ ഇതിന്റെ അകത്ത് സംഭവിക്കുന്ന വേറൊരു വശം എന്താണെന്ന് അറിയാം. ഉം, ഈ എയർ ഇന്ത്യ ഏതാണ്ട് 127 ഉം. ബോയിങ് വിമാനങ്ങൾക്ക് ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഓ. അടുത്ത 5-6 വർഷം കൊണ്ടേ അതിന്റെ ഡെലിവറി കംപ്ലീറ്റ് ആവുള്ളൂ. ഉം, ഇൻഡിഗോ ഇതേപോലെ ഏകദേശം 100ഓളം വിമാനങ്ങൾക്ക് ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഉം, ഉം, ഉം. അതും 6-7 വർഷം എടുത്തേ അതിന്റെ ഡെലിവറി പൂർണ്ണമാവുള്ളൂ. മനസ്സിലായി. ഇപ്പം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഇതിന്റെ അകത്തോടെ പെട്ടെന്ന് ഇവർക്ക് ഈ എയർ ഇന്ത്യക്ക് ഓർഡർ ക്യാൻസൽ ചെയ്യേണ്ടി അല്ലെങ്കിൽ നിർത്തിവെക്കേണ്ടി വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ഏവിയേഷൻ ഇൻഡസ്ട്രി അത് എത്രത്തോളം ഭീകരമായിട്ട് ബാധിക്കുമെന്ന് അറിയാമോ? തീർച്ചയായിട്ടും. കാര്യം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബൂം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഏവിയേഷൻ. നമ്മളിപ്പം പണ്ടൊക്കെ ഒരു 10-15 വർഷം 20 വർഷം മുമ്പ് വരെ ഈ ഫ്ലൈറ്റ് കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് വലിയൊരു പ്രിവിലേജ്ഡ് ക്ലാസ്സിന് മാത്രമേ പറ്റുള്ളൂ. അതെ. ഇപ്പൊ ഞാനൊക്കെ അന്ന് കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് അന്ന് ഒരു ഇതില്ല. അത് പോയെന്ന് കഴിഞ്ഞാൽ ഇതിന്റെ ബാഗിൽ ഒരു ടാഗ് ഒക്കെ തൂക്കുമല്ലോ, കിട്ടുമല്ലോ. ആ ടാഗ് ഉം. ഒക്കെ കെട്ടിക്കൊണ്ട് ഒരു മാസമൊക്കെ നടക്കും. വെറുതെ ഒരു ഒരു പൊങ്ങച്ചം. അതെ, മനസ്സിലായി. ഉം. മനസ്സിലായില്ലേ? എന്നിട്ട് നമ്മുടെയൊക്കെ കൂട്ടുകാരൊക്കെ ചോദിക്കും എയർപോർട്ടിൽ നിന്ന് വരുമ്പം ആ ടാഗ് ഒരു 5-6 എടുത്തോണ്ട് പോരണേ. അല്ല ഞാൻ പറഞ്ഞു, എന്താന്ന് വെച്ചാല് അത് അന്ന് ആ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാര്യം ഞാനും പോകുന്ന എന്താ പറഞ്ഞാൽ കമ്പനിയുടെ ചെലവില്ല, കയ്യിൽ നിന്ന് കാശ് മുടക്കി പോകാൻ പറ്റില്ല. ഉം, ഇവരാളെ ടിക്കറ്റ് എടുത്ത് തരുന്നോണ്ട് പോകുന്നു, അത്രേ ഉള്ളൂ. ഉം, അപ്പം എന്താന്ന് വെച്ചാല് അവിടെ നിന്ന് അതിന് അങ്ങനെ എല്ലാവർക്കും പറ്റുന്ന ഒരു സംഭവമായിരുന്നില്ലേ. ഇന്ന് ഉം. ഏറ്റവും സാധാരണക്കാർ പോലും, വളരെ സാധാരണക്കാർ പോലും ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നുണ്ട്. ഉം. പട്ടാളക്കാരൊക്കെ ലീവിന് വരുന്നത് എങ്ങനെ ഇപ്പം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഡൽഹിയിൽ നിന്നും ചണ്ഡീഗഡിൽ നിന്നും അവിടെ നിന്നൊക്കെ ഫ്ലൈറ്റിലേ വരുന്നത്. ഉം. അങ്ങനെ വളരെ ആ ലെവലിലേക്ക് ഏവിയേഷൻ വളർന്നു. ഇനി അത് ഒരുപാട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഉം. ഇൻഡസ്ട്രി മുഴുവനും തകർന്നു പോകുന്ന ഒരവസ്ഥയാണ്. ഇപ്പൊ ഈ ബോയിങ്ങുമായിട്ടുള്ള ഇടപാട് അങ്ങോട്ട് നിർത്തിക്കഴിഞ്ഞാൽ ആ ഉം. ഇൻഡസ്ട്രി തീർന്നു. മനസ്സിലായി. ഇത് അതുകൊണ്ട് തന്നെ ഞാൻ ഇതിന്റെ അത് സംശയിക്കുന്നുണ്ട്. ഇതിന്റെ അകത്ത് പല ഗൂഢാലോചനകളും നടക്കുന്നുണ്ട് നമ്മുടെ ഉം. ഇൻഡസ്ട്രിയെ തകർക്കാൻ. ഇപ്പം ഓ. ഈ വിഷയം വൈകാരികമായി ഏറ്റുപിടിച്ചിരിക്കുന്നവർ ഒരിക്കലും മനഃപൂർവ്വമൊന്നുമല്ല. പക്ഷെ അറിയാതെ പോലും ഇവർ ഭാഗമായി പോകുന്നത് നമ്മുടെ രാജ്യത്തിനെതിരെ നടക്കുന്ന വലിയൊരു ഗൂഢാലോചനയാണ്. ഉം, ഉം, ഉം. അവർ തീർച്ചയായിട്ടും വൈകാരികമായിട്ടാണ് അതിനെ സമീപിക്കുന്നത്. ഈ പറഞ്ഞ പോലെ അമേരിക്കയോടൊക്കെ ഉള്ള ദേഷ്യം, നമ്മുടെ രാജ്യത്തിനോടുള്ള സ്നേഹം ഒക്കെ അതിൻ്റെ അകത്തുണ്ട്. ഉം, പക്ഷേ അൾട്ടിമേറ്റ്ലി സംഭവിക്കുന്നത് ഈ ഇൻഡസ്ട്രി തകർന്നു പോകുക എന്നുള്ളതാണ്. ഉം. അത് ലോകത്തിൽ ഒരുപാട് പേരുടെ ആവശ്യമാണ്. മനസ്സിലായി. നമ്മുടെ രാജ്യം പുരോഗമിക്കാതിരിക്കുക, നമ്മുടെ രാജ്യത്ത് വികസനങ്ങൾ ഉണ്ടാകാതിരിക്കുക എന്നുള്ളത്. ഉം. അതുകൊണ്ട് കൂടെയാണ് കാര്യം അതെന്നെ സംബന്ധിച്ചോളം വൈകാരികത. എന്റെ വൈകാരികത അതാണ്. മനസ്സിലായി. വളരെ വളരെ തീർച്ചയായും. പ്രധാനമാണ്. അതൊക്കെയാണ് തീർച്ചയായും. നമ്മളന്നേരം ഏതൊരു ഇഷ്യൂ ആയിക്കോട്ടെ. ഇനിയിപ്പോ ഈ റിപ്പോർട്ട് വന്നു. ഇനി ഫൈനൽ റിപ്പോർട്ട് വരുന്നു. ഉം. നമുക്ക് ഈ പറഞ്ഞ പോലെ എനിക്ക് കൺവിൻസിങ് ആവുന്ന രീതിയിൽ, എന്റെ ആ ഒരു ടെക്നിക്കൽ ബോധ്യം വരുന്ന രീതിയിൽ ഇത് അങ്ങനെയാണ്, ഈ പൈലറ്റിന്റെ കുഴപ്പമല്ല എന്ന ഉം. രീതിയിൽ കൺവിൻസ്ഡ് ആവുകയാണെങ്കിൽ ഇതേപോലെ തന്നെ തുറന്ന് സമ്മതിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. തീർച്ചയായിട്ടും. അതല്ലേ വേണ്ട. അതല്ലേ നമ്മള് അതെ. ഒരു ഇന്റലക്ച്വൽ ഹോണസ്റ്റി എന്ന് പറയുന്ന സാധനം. തീർച്ചയായിട്ടും. അത് തീർച്ചയായിട്ടും. 100% ഒന്നും സത്യസന്ധരായിട്ട് ഈ ലോകത്ത് ജീവിക്കാൻ കഴിയില്ല ആർക്കും. ഉം. പക്ഷേ നമുക്കൊക്കെ ഒരു 50% സത്യസന്ധരാകാവും. ആയിക്കൂടെ? തീർച്ചയായിട്ടും. തീർച്ചയായിട്ടും. എൻ- അത്രേ ഉള്ളൂ. എന്തായാലും എനിക്ക് തോന്നുന്നത് പൈലറ്റിനെ നമുക്ക് എന്തെങ്കിലും ഇന്റൻഷനലി എന്നാ പൈലറ്റ് ആയിക്കോട്ടെ കുറ്റക്കാരൻ എന്ന് ആക്കിയതല്ല. തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് നമ്മൾ അതിനെ ആ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ശിവപ്രസാദ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അത് മനസ്സിലാക്കേണ്ടവർ അതെന്തായാലും മനസ്സിലാക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും. തീർച്ചയായിട്ടും. എന്തായാലും ഒരുപാട് നന്ദി ശിവചേട്ടാ ഇത്രയും നേരം സ്പെൻഡ് ചെയ്ത്. താങ്ക് യു സോ മച്ച്.